നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിലെ ആദ്യത്തെ 3 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്നലെ വായിച്ച് അർത്ഥം പറഞ്ഞത്. ഇന്ന് 4-ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് വായിക്കാം. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ ധൃഷ്ടകേതുശ്ചേകിതാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവ യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവ ഏവ മഹാരഥാ. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു, ഈ 3 ശ്ലോകങ്ങളിലൂടെ പാണ്ഡവപക്ഷത്തിലുള്ള വീരരും പ്രഗത്ഭരുമായിട്ടുള്ള യോദ്ധാക്കളെ പരിചയപ്പെടുത്തുകയാണ്. ഇവിടെ ദുര്യോധനൻ പാണ്ഡവ സൈന്യത്തിൽ ഇന്ന യോദ്ധാക്കളുണ്ട് എന്ന് ദ്രോണാചാര്യനോട് പറയുന്നതായിട്ടാണ് പറയുന്നത്. ഇവിടെ ആദ്യത്തെ ശ്ലോകം, അതായത് അത്ര ശൂരാ മഹേശ്വാസ എന്ന ശ്ലോകത്തിന്റെ അർത്ഥം അത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ യുദ്ധത്തിൽ പാണ്ഡവസേനയിൽ ഭീമാർജുനന്മാർക്ക് സമന്മാരും വീരന്മാരുമായ യുയുധാനൻ, വിരാടൻ, മഹാരഥനായ ദ്രുപദൻ എന്നീ വില്ലാളി വീരന്മാർ ഉണ്ട്. കഴിഞ്ഞില്ല, ഇനിയും പ്രഗത്ഭരായ വീരന്മാരുടെ പേരുകൾ അടുത്ത 2 ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. ധൃഷ്ടകേതുശ്ചേകിതാന കാശിരാജശ്ച വീര്യവാൻ എന്ന് തുടങ്ങുന്ന അടുത്ത ശ്ലോകത്തില് ധൃഷ്ടകേതു, ചേകിതാനൻ, വീര്യവാനായ കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, നരപുംഗവനായ ശൈബ്യൻ എന്നീ യോദ്ധാക്കളും പാണ്ഡവസേനയിൽ സന്നിഹിതരായിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ അടുത്ത ശ്ലോകത്തില് യുധാമന്യുശ്ച വിക്രാന്ത എന്ന ശ്ലോകത്തിന്റെ അർത്ഥം വിക്രമിയായ യുധാമന്യുവും വീര്യവാനായ ഉത്തമൗജസ്സും സുഭദ്രാതനയനും ദ്രൗപദീപുത്രന്മാരും എല്ലാവരും തന്നെ മഹാരഥന്മാരാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഭീഷ്മ പിതാമഹന്റെയും ദ്രോണാചാര്യന്റെയും യുദ്ധ നൈപുണ്യവും ഈ ആയോധന കലയിൽ അവർക്കുള്ള അസാധാരണമായ പാഠവും യുദ്ധത്തിൽ അവർക്കുള്ള അഗാധമായ പരിചയവും ഒന്നും ധൃഷ്ടദ്യുമ്നന് ഇല്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മികച്ച എതിരാളിയാണ് എന്നൊന്നും ദുര്യോധനൻ കരുതുന്നില്ലെങ്കിലും ഭീമാർജുനന്മാരെ പോലെ തന്നെ ശൗര്യവും ബലവുമുള്ള യോദ്ധാക്കൾ പാണ്ഡവ സൈന്യത്തിലുണ്ട് എന്ന് ദുര്യോധനൻ ദ്രോണരെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഭീമാർജുന സമ എന്ന് പറയുന്നതുകൊണ്ട് ഭീമാർജുനന്മാർക്ക് സമന്മാരായി എന്ന് പറയുമ്പോൾ ദുര്യോധനൻ ഏറ്റവും ഭയക്കുന്നത് ഭീമാർജുനന്മാരെയാണ് എന്ന് വേണം കരുതാൻ. ഈ യുദ്ധത്തിൽ ഭീഷണരായ പ്രതിയോഗികളായിട്ട് ഭീമാർജുനന്മാരെ മാത്രമേ ദുര്യോധനൻ കരുതുന്നുള്ളൂ. അപ്പോൾ അതുപോലെയുള്ള വേറെയും യോദ്ധാക്കൾ ആ സൈന്യത്തിലുണ്ട് എന്ന് ദുര്യോധനൻ പറയുന്നു ഇവിടെ. അതുകൊണ്ട് ദുര്യോധനന് ഭീമന്റെയും അർജുനന്റെയും കഴിവിനെക്കുറിച്ചും കരുത്തിനെക്കുറിച്ചും നല്ല അവബോധമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതുപോലെ സൗഭദ്രോ ദ്രൗപദേയാശ്ച എന്ന് പറയുന്നുണ്ട്. ഇവിടെ സൗഭദ്രൻ എന്ന് വെച്ചാൽ സുഭദ്രയുടെ പുത്രൻ, അതായത് അഭിമന്യു. അർജുനന്റെ പ്രതിരൂപമായിട്ടുള്ള അഭിമന്യുവിനെയും ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ ദ്രൗപദിയുടെ പരാക്രമികളായ പുത്രന്മാരെയും പ്രത്യേകം ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന വീരപരാക്രമികളായ മറ്റുള്ള യോദ്ധാക്കളെയും ദുര്യോധനൻ ദ്രോണാചാര്യർക്ക് പറഞ്ഞുകൊടുത്തു. അതിനുശേഷം തൻ്റെ സൈന്യത്തിലുള്ള, അതായത് കൗരവ സൈന്യത്തിലുള്ള വീരന്മാരായ യോദ്ധാക്കളെ കുറിച്ച് പറയാൻ ആരംഭിച്ചു. അടുത്ത 3 ശ്ലോകത്തില് ഈ കൗരവ സൈന്യത്തിലെ നായകന്മാരെ കുറിച്ചാണ് പറയുന്നത്. 7-ാമത്തെ ശ്ലോകം
അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമി തേ. ദ്വിജോത്തമ, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, നമുക്കാകട്ടെ എൻ്റെ സൈന്യത്തിൽ ഏതെല്ലാം നായകന്മാരാണ് പ്രമുഖരായിട്ടുള്ളത് അവരെ അങ്ങേക്ക് അറിയാനായിട്ട് ഞാൻ പറയുന്നു, അങ്ങ് മനസ്സിലാക്കിയാലും. എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ ആരൊക്കെയാണ് എന്ന് പറയുകയാണ്. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. ഭവാനും ഭീഷ്മരും കർണനും സമിതിഞ്ജയ കൃപ യുദ്ധവിജയിയായ കൃപരും അശ്വത്ഥാമാവും വികർണനും അതുപോലെ തന്നെ സൗമദത്തിയും ഉണ്ട്. കഴിഞ്ഞിട്ടില്ല, അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അന്യേ ച ബഹവഃ ശൂരാ മദർത്ഥേ ത്യക്തജീവിതാ നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദാ. ഇവിടെ ഇതിന്റെ അർത്ഥം, എനിക്ക് വേണ്ടി സ്വന്തം പ്രാണൻ പോലും കളയാൻ തയ്യാറായവരും പലതരത്തിലുള്ള ശസ്ത്രപ്രയോഗങ്ങൾ അറിയുന്നവരുമായി ഇനി വേറെയും യുദ്ധവിശാരദന്മാരായ വീരന്മാർ ഉണ്ട്. അതായത് സ്വന്തം പക്ഷത്തുള്ള മികച്ച യോദ്ധാക്കളെയും ദുര്യോധനൻ എണ്ണി എണ്ണി പറയുകയാണ്. യുദ്ധത്തിൽ ഒരിക്കലും തോൽവി കാണാത്തവരാണ് ഈ ദ്രോണാചാര്യര്, ഭീഷ്മ പിതാമഹൻ, കർണൻ, കൃപാചാര്യര് തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരൊക്കെ. അതുപോലെ ദുര്യോധനന്റെ സഹോദരനായിട്ടുള്ള ധീരനായ വികർണൻ, ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമാവ്, സോമദത്തന്റെ പുത്രനായ ഭൂരിശ്രവസ്, അതാണ് സൗമദത്തി എന്ന് ഇവിടെ പറഞ്ഞത്. ഇങ്ങനെ മുഖ്യരായ വളരെ ചുരുക്കം പേരുടെ പേരുകൾ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. ഇതുകൂടാതെ പല വിധത്തിലുള്ള ആയുധ പ്രയോഗിക്കാൻ കഴിവുള്ളവരും യുദ്ധത്തിൽ അതിയായ പരിചയമുള്ളവരുമായിട്ടുള്ള പരാക്രമശാലികളായ അനേകം യോദ്ധാക്കൾ നമ്മുടെ സൈന്യത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മഹാരഥന്മാരുടെ എല്ലാം ബലത്താൽ തനിക്ക് യുദ്ധവിജയം കൈവരിക്കാം എന്ന് തന്നെയാണ് ദുര്യോധനൻ വിശ്വസിക്കുന്നത്. അടുത്ത ശ്ലോകം മുതൽ യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. അത് അടുത്ത ദിവസം വായിക്കാം. എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനയോടെ